റൂൾ നമ്പർ 3 ആണ്. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് വെർബ് ടു ബി ഷുഡ് ബി ഫോളോഡ് ബൈ സബ്ജക്റ്റീവ് ഫോം വെൻ ദ കോംപ്ലിമെന്റ് ഈസ് പ്രോനൗൺ. സോ വെർബ് ടു ബി ഷുഡ് ബി ഫോളോഡ് ബൈ സബ്ജക്റ്റീവ് ഫോം ആണ് വെൻ ദ കോംപ്ലിമെന്റ് ഈസ് പ്രോനൗൺ. അതായത് കോംപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രോനൗൺ ആണെങ്കിൽ അത് സബ്ജക്റ്റീവ് ഫോമേ ഫോളോ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. ഈ വരുമോ ഐ ഹു ഹാവ് ബ്രോട്ട് യുവർ, ഇറ്റ് ഈസ് മീ ഓർ ഐ ഹു ഹാവ് ബ്രോട്ട് യു ഹോം. സോ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ ഈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടു ബി ഫോം ഓഫ് വെർബിന് ശേഷം എന്തേ വരാവും, സബ്ജക്റ്റീവ് ഫോമേ വരാവും. സോ ഐ ആണ് സബ്ജക്റ്റീവ് ഫോം. അതായത് ഇറ്റ് ഈസ് വാസ് ഇറ്റ് ഹെർ ഓർ ഷീ ഹു ഡിഡ് ഇറ്റ് ഫോർ യു, സബ്ജക്റ്റീവ് കേസേ വരാവുള്ളൂ. സോ ഷീ വരണം, ഹെർ അല്ല. ബൈ എ ന്യൂ ഹൗസ്, സോ വിൽ ബി അഥവാ നമ്മുടെ ടു ബി ഫോം ഓഫ് വെർബിന് ശേഷം എന്ത് വരണം, സബ്ജക്റ്റീവ് കേസ് വരണം. സോ അതുകൊണ്ട് തന്നെ വി ആണ് സബ്ജക്റ്റീവ് കേസ്, ഐ ആണ് സബ്ജക്റ്റ്, സപ്പോസ്ഡ് വെർബ് റാം ഒബ്ജക്റ്റ്. സോ ഇവിടെ നമ്മളതാണ് റാം ടു ബി എന്താണ്, ഹി ഓർ ഹിം. അപ്പം റാം എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഒരാളോട് കമ്പയർ ചെയ്യുക. സോ ഒബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് റാം ടു ബി ഹിം. അപ്പം മെയിൻലി ഇതാണ് വരുന്നത്. സബ്ജക്റ്റുകളുടെ ആ ഒരു സബ്ജക്ട് കോംപ്ലിമെന്റ് പോലെയാണ് പ്രോനൗൺ വരുന്നതെങ്കിൽ, ഓക്കെ, സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലെ ആണ്, സബ്ജക്ട് കോംപ്ലിമെന്റ് പോലെയാണ് ആ ഒരു പ്രോനൗൺ വരുന്നത്. ഒരു വെർബിന് ശേഷം സബ്ജക്ട് കോംപ്ലിമെന്റ് പോലെ, ഇതൊരു ഡിഫറെന്റ് കേസ് ആണ്. അപ്പം സബ്ജക്ട് കോംപ്ലിമെന്റ് പോലെ ആണ്, സബ്ജക്റ്റ് പോലെ ഓർ സബ്ജക്ട് കോംപ്ലിമെന്റ് പോലെ പ്രോനൗൺ വെർബിന് ശേഷം നിൽക്കുകയാണെങ്കിൽ സബ്ജക്റ്റീവ് കേസ് നമ്മൾ കൊടുക്കണം. പക്ഷേ ഈ ലാസ്റ്റ് രണ്ട് കേസ് നോക്കുക, സബ്ജക്റ്റിനെ സബ്ജക്റ്റുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഐയെ നമുക്ക് ഒരിക്കലും ഹിമുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഹിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും സബ്ജക്റ്റീവ് കേസ് ആയിരിക്കണം. സിമിലർലി റാം ഇവിടെ ഒബ്ജക്റ്റ് ആണ്, റാമിനെ കമ്പയർ ചെയ്യുന്നതിന് എന്തായിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കണം. സോ റാം ടു ബി ഹിമ്മേ വരൂ, ഹി വരില്ല. ഒരു സെന്റൻസിൽ സിംഗുലർ ആയിട്ടുള്ള കുറേ പ്രോനൗൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് എന്താ, ആദ്യം 2, 3, 1 എന്ന ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സെന്റൻസിനകത്ത് 3 എണ്ണവും പ്ലൂറൽ ആണെങ്കിലോ അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. ഓക്കെ, 1, 2, 3 പ്ലൂറലും 2, 3, 1 സിംഗുലറിലും ആണ്. ഇനി സിംഗുലർ 2, 3, 1 ഓക്കെയാണ്. പക്ഷേ ഗിൽറ്റ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെയാണ് വരുന്നത് എന്നുള്ളത് നെഗറ്റീവ് ഐഡിയനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് മാറും. അത് എന്തായി മാറും, 1, 2, 3ലേക്ക് കൺവേർട്ട് ആവും. ഓക്കെ, യു ആൻഡ് ഹി ഹെൽപ്ഡ് മീ വിത്ത് ദ വർക്ക്. ഓക്കെ, ഗിൽറ്റ് വരുമ്പം ഐ ഹാവ് ട്രബിൾഡ് യു ആൻഡ് ഹിം. പ്ലൂറൽ വരുമ്പം വി താങ്ക് യു ആൻഡ് ദേ. ദാൻ എന്ന് പറയുന്നത് യൂസ് ആണ് പറയുന്നത്. അപ്പോൾ ദാൻ എന്ന് പറയുന്നത് രണ്ട് ഇതായിട്ട് യൂസ് ചെയ്യാം. ദാൻ സബ്ജക്റ്റീവ് കേസും എടുക്കാം, ഒബ്ജക്റ്റീവ് കേസും എടുക്കാം. എന്ന് വെച്ചാൽ ദാനിന് ശേഷം ഒരു പ്രോനൗൺ വരും, അത് സബ്ജക്റ്റീവ് കേസും ആകാം, ഒബ്ജക്റ്റീവ് കേസും ആകാം. അതെങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ ഈ ദാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു സബ്ജക്റ്റിനെയാണ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാനിന് ശേഷം വരുന്ന പ്രോനൗൺ എന്തായിരിക്കും, ഒരു സബ്ജക്റ്റീവ് കേസ് ആയിരിക്കും. സിമിലർലി ദാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ദാനിന് ശേഷം വരുന്ന പ്രോനൗൺ എന്തായിരിക്കും, ഒരു ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ചോക്കോലേറ്റ്സ് മോർ ദാൻ ഹി വരുമോ ഹിം വരുമോ. അപ്പം ഇവിടെ നോക്കും, ദാൻ വെച്ച് കമ്പയർ ചെയ്യുന്നത് ചോക്ലേറ്റിനെ അല്ല, ഉറപ്പായിട്ടും ഐ ആണ്. ദാൻ വെച്ച് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സബ്ജക്റ്റീവ് കേസ് ഹിം വരില്ല.